ഹായ് നമസ്കാരം. പ്രകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം അവസാനം നൽകിയ ചോദ്യങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ്. പ്രകാശത്തിന്റെ അടിസ്ഥാന കണം അറിയപ്പെടുന്നത് ഫോട്ടോൺ. അടുത്തതായി പ്രകാശത്തിന്റെ സാന്ദ്രതയും വേഗതയും നോക്കാം. പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം ശൂന്യത. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം വജ്രം. പ്രകാശത്തിന് ഏറ്റവും വേഗതയുള്ള മാധ്യമം ശൂന്യത. പ്രകാശത്തിന് ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം വജ്രം. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡ്. സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കുവാനായി ഉപയോഗിക്കുന്ന യൂണിറ്റ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് 15 കോടി കിലോമീറ്റർ ആണ്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുവാനുള്ള യൂണിറ്റ് പാർസെക്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രകാശവർഷം ആണ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം ആണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. നക്ഷത്രങ്ങളിലേക്കുള്ള വലിയ ദൂരം പ്രസ്താവിക്കുന്ന യൂണിറ്റ് പ്രകാശവർഷം. ഒരു പാർ സെക്കൻഡ് എന്നത് 3.26 പ്രകാശവർഷം ആണ്. ഒരു പ്രകാശവർഷം എന്നത് ഏകദേശം 9.46 × 10⁻12 കിലോമീറ്റർ ആണ്. പ്രകാശം അനുപ്രസ്ഥതരംഗമാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗത്തുനിന്നും കുറച്ചു ചോദ്യങ്ങൾ നോക്കാം. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണോ? പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം ആണ് ഡാഷ്. പ്രകാശത്തിന്റെ അടിസ്ഥാന കണം അറിയപ്പെടുന്നത് എന്ത്? പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏത്? സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കുവാനായി ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? പ്രകാശം ഡാഷ് തരംഗമാണ്. ഉത്തരം കമന്റ് ചെയ്യുക.